സമ്മേളനം വിളിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വർഷകാല സമ്മേളനത്തിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, വളരെ മുൻകൂട്ടി തന്നെ. അതേസമയം പ്രത്യേക സമ്മേളനത്തിൻ്റെ ഒരു സൂചനയും ഇല്ല, വിളിക്കാൻ സാധ്യതയില്ല എന്നാണ്. പ്രത്യേക സമ്മേളനം ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ജൂലൈ അവസാന വാരം ആരംഭിക്കുന്ന വർഷകാല സമ്മേളനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് കാലേക്കുട്ടി കിരൺ റിജിജു നടത്തിയിരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ ഒരു കാലഘട്ടത്തിലും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷവും ഇത്രയും നേരത്തെ വർഷകാല സമ്മേളന തീയതി പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായില്ല. അതിനർത്ഥം തന്നെ പരോക്ഷമായിട്ട് പ്രത്യേക സമ്മേളനമില്ല എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. സർക്കാരിൻ്റെ ദൗത്യത്തോട് ഞങ്ങൾ സഹകരിച്ചു, ഞങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു. ഇനി സർക്കാർ തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കണം. അതാണ് ഞങ്ങൾ പറയുന്നത്. ഈ വർഷകാല സമ്മേളനത്തിൻ്റെ ചില നടപടികൾ, പ്രത്യേകിച്ച് ഇംപീച്ച്മെൻറ്റ്, ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ പ്രതിപക്ഷ പാർട്ടികളുമായി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിക്കാതിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനോട് സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനം? ഇംപീച്ച്മെൻറ്റ് കാര്യത്തിൽ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. എന്താ കാരണം വെച്ചാൽ ജുഡീഷ്യറിയിലെ കറപ്ഷനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇംപീച്ച്മെൻറ്റ് അനിവാര്യമാണെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. പക്ഷേ ഇതിനു മുമ്പ് ഒരു ജസ്റ്റിസ് ശേഖർ യാദവുമായി ബന്ധപ്പെട്ടൊരു ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് അവിടെ രാജ്യസഭാ അധ്യക്ഷൻ്റെ പരിഗണനയിലുണ്ട്. അപ്പോൾ ഈ വിഷയം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായി പറയും, പെൻഡിങ്ങിലുള്ള ഒന്നും കൂടിയുണ്ട്, അതും കൂടി കൂട്ടിയെടുത്തോളൂ എന്ന് ഞങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കും. ഒരു കാര്യം കൂടെ, അതായത് നമ്മൾ ജമ്മു കശ്മീരിലേക്ക് ഒരു CPM ഒരു പ്രതിനിധി സംഘം ഡെലിഗേഷൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു നേരത്തെ പോകാനിരുന്നതാണ്. അത് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി അതേക്കുറിച്ച് വിശദാംശങ്ങൾ നൽകും. പക്ഷേ നേരത്തെ പോകാനിരുന്നപ്പോഴാണ് ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഇനി ഞങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 10-ാം തീയതി ഞങ്ങൾ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്കുമാണ് ഞങ്ങളുടെ ഒപ്പം വരാം. അങ്ങനെ ഞങ്ങളോടൊപ്പം തന്നെ പല സ്ഥലങ്ങളും സന്ദർശിച്ച് അവിടെയുള്ള ജനങ്ങളുടെ ചിന്താഗതി എന്താണെന്ന് നിങ്ങൾക്കും വേണമെങ്കിൽ നേരിട്ട് മനസ്സിലാക്കാം. ഞങ്ങൾ ആ സ്ഥലങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ ജമ്മു കാശ്മീരിലെ MLA, അതായത് ജമ്മു കാശ്മീരിലെ വളരെ സീനിയറായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവാണ് തരിഗാമി. അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഈ കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ ഈ യാത്രയുടെ ഒരു രൂപരേഖ പൂർണ്ണമായിട്ടും തയ്യാറാക്കുന്നതാണ്. എന്തായാലും വിവിധ വിഭാഗം ജനങ്ങളുമായിട്ട് ഞങ്ങൾ കാണും, പല സ്ഥലങ്ങളിൽ പോകും, ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ കാണും, ഈ ഷെല്ലാക്രമണത്തിൽ ഇരയായിട്ടുള്ള ആൾക്കാരെ കാണും, അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കും, സർക്കാർ ഏജൻസികളെ കാണും. ആ രൂപത്തിൽ പൊതുവായൊരു ധാരണ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ സൂക്ഷ്മതലങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ അദ്ദേഹവുമായി ഇരുന്ന് ഞങ്ങൾ തയ്യാറാക്കുന്നതാണ്. ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തീരുമാനിച്ച ഒരു സന്ദർശനമാണോ ഇത്? അതെ, അതായത് പഹൽഗാം സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോഴും ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതിനിടയിലാണ് ആ ഒരു സംഘർഷം ഉണ്ടായത്. അപ്പോൾ പിന്നീട് ഞങ്ങളുടെ ആ യാത്ര മാറ്റിവെക്കേണ്ടി വന്നു. ആ യാത്രയാണ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്.